ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മൾ PSC ബുള്ളറ്റിൻ്റെ 2025 ഫെബ്രുവരി എഡിഷനിലെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ 2 പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് 3-ാമത്തെ പാർട്ട് നോക്കാം. സ്പോർട്സ് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ടഫായി തോന്നും, പക്ഷേ റിപ്പീറ്റ് ചെയ്തിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇനി വരുന്ന എല്ലാ എക്സാമിനും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ നയിക്കുന്നത് സലിമ ടെറ്റെ. ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ നയിക്കുന്നത് സലിമ ടെറ്റെ. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഇന്ത്യ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് തൈബ് ഇക്രം. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് തൈബ് ഇക്രം. 2024 100-ാം വാർഷികം ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര കായിക സംഘടന ഫിഡെ. 2024 100-ാം വാർഷികം ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര കായിക സംഘടന ഫിഡെ. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിശ്വനാഥൻ ആനന്ദ്. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് വിശ്വനാഥൻ ആനന്ദ്. 2024 ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായത് സിംഗപ്പൂർ. 2024 ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായത് സിംഗപ്പൂർ. 2024 കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ ഡി ഗുഗേഷ്. വേദി ടൊറൻഡോ, കാനഡ. ടൊറൻഡോ ആണ്, കാനഡയിലാണ് 2024 കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അതിൽ കിരീടം നേടിയത് ഡി ഗുഗേഷ് ആണ്. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ് തന്നെയാണ്. കാൻഡിഡേറ്റ്സ് ചെസ് ഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് ഡി ഗുഗേഷ്. വേദി എവിടെയായിരുന്നു? ടൊറൻഡോ, കാനഡ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ഇന്ത്യൻ താരം ദൊമ്മരാജു ഗുഗേഷ്, തമിഴ്നാട്. ഡി ഗുഗേഷ് തന്നെയാണ് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ഇന്ത്യൻ താരം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? വിശ്വനാഥൻ ആനന്ദ്, ഡി ഗുഗേഷ്. ചെസ് ഗ്രാമമായ മരോട്ടിച്ചാലിനെ, അതായത് തൃശ്ശൂരിലെ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി സിനിമയാണ് പോൺ ഓഫ് മരോട്ടിച്ചാൽ. സംവിധാനം കബീർ ഖുറാന ആയിരുന്നു. അപ്പോൾ ചെസ് ഗ്രാമമായ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി സിനിമ പോൺ ഓഫ് മരോട്ടിച്ചാൽ, സംവിധാനം കബീർ ഖുറാന. 2024 മെയ് മാസത്തിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ വർഗീസ് കോശി. 2024 മെയ് മാസത്തിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ ആരായിരുന്നു? വർഗീസ് കോശി. 2024 നടന്ന 45-ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഇന്ത്യ. 2024 നടന്ന 45-ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യമാണ് ഇന്ത്യ. ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച 3-ാമത്തെ ഇന്ത്യൻ വനിത വൈശാലി രമേശ് ബാബു. ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച 3-ാമത്തെ ഇന്ത്യൻ വനിത വൈശാലി രമേശ് ബാബു. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. 2024 ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ കൊനേരു ഹംപി. 2024 ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ കൊനേരു ഹംപി. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് കാർത്തിക് വെങ്കിട്ടരാമൻ. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് കാർത്തിക് വെങ്കിട്ടരാമൻ. 2024 നടന്ന 45-ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദി ബുഡാപെസ്റ്റ്, ഹംഗറിയാണ്. 2024 നടന്ന 45-ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദി ബുഡാപെസ്റ്റ്, ഹംഗറി. 2024 45-ാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഡി ഗുഗേഷ്, ആർ പ്രജ്ഞാനന്ദ. 2024 45-ാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഡി ഗുഗേഷ്, ആർ പ്രജ്ഞാനന്ദ. ചെസ് റേറ്റിംഗ് ആയ എല്ലോ റേറ്റിംഗിൽ 2800 പോയിന്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം അർജുൻ എരിഗാസി. ആദ്യ ഇന്ത്യൻ താരം വിശ്വനാഥൻ ആനന്ദാണ്.
അപ്പോൾ ചെസ് റേറ്റിംഗ് ആയിട്ടുള്ള എല്ലോ റേറ്റിംഗിൽ 2800 പോയിന്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമാരാണ് അർജുൻ എരിഗാസി. ഫസ്റ്റ് നേടിയത് വിശ്വനാഥൻ ആനന്ദ് ആയിരുന്നു. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ, ഇറ്റലിയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരിയാന സെബലങ്ക, ബെലാറസ്കാരിയാണ് അരിയാന സെബലങ്ക. അപ്പോൾ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടിയത് യാനിക് സിന്നർ, ഇറ്റാലിയനാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരിയാന സെബലങ്ക, ബെലാറസ്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം രോഹൻ ബൊപ്പണ്ണ. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം രോഹൻ ബൊപ്പണ്ണ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത്. പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം നേടിയത് ആരാണ്? രോഹൻ ബൊപ്പണ്ണ, ഇന്ത്യ ആൻഡ് മാത്യു എബ്ഡൻ, ഓസ്ട്രേലിയ. രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനുമാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാടെക്, പോളണ്ട്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാടെക്, പോളണ്ട്. 2024 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ, ഇറ്റലി. 2024 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും 2024 നേടിയത് യാനിക് സിന്നറാണ്. 2024 വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിനാണ്. 2024 വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. 2024 വിംബിൾട്ടൺ വനിതാ വിഭാഗം കിരീടം നേടിയത് സിംഗിൾസ് കിരീടം ജേതാവായത് ബാർബറ ക്രെജിക്കോവ, ചെക്ക് റിപ്പബ്ലിക്കാണ് സ്വദേശം. ബാർബറ ക്രെജിക്കോവ 2024 വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടി. 2024 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സെബലങ്ക, ബെലാറസ്. 2024 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സെബലങ്ക, ബെലാറസ്. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഏഷ്യൻ ടെന്നീസ് താരങ്ങൾ ലിയാൻഡർ പേസ്, വിജയ് അമൃതരാജും അതുപോലെ തന്നെ ലിയാൻഡർ പേസുമാണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഏഷ്യൻ ടെന്നീസ് താരങ്ങൾ. ഡേവിഡ് കപ്പിലെ തോൽവിയോടെ ടെന്നീസിനോട് വിട പറഞ്ഞ ഇതിഹാസ ടെന്നീസ് താരം റാഫേൽ നദാൽ. ഡേവിസ് കപ്പിലെ തോൽവിയോടെ ടെന്നീസിനോട് വിട പറഞ്ഞ ഇതിഹാസ ടെന്നീസ് താരമാരാണ്? റാഫേൽ നദാൽ. ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഒന്നാം റാങ്കുകാരൻ രോഹൻ ബൊപ്പണ്ണ. ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഒന്നാം റാങ്കുകാരൻ രോഹൻ ബൊപ്പണ്ണ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ CEO രഘുറാം അയ്യർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ CEO രഘുറാം അയ്യർ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ OCA അതിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ താരം രൺധീർ സിംഗ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ താരം രൺധീർ സിംഗ്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ മുന്നോടിയായി പുരാതന ഒളിമ്പിയയിൽ ദീപം തെളിയിച്ച ഗ്രീക്ക് നടി ആരാണ്? മേരി മീന. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ മുന്നോടിയായിട്ട് പുരാതന ഒളിമ്പിയയിൽ ദീപം തെളിയിച്ച ഗ്രീക്ക് നടി മേരി മീന. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ നദി സെൻ നദി. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ നദി സെൻ നദി. പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്കുള്ള സമ്മാനത്തുക എത്രയാണ്? പാരീസ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയവർക്കുള്ള സമ്മാനത്തുക എത്രയാണ്? $50,000. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതാദ്യമായിട്ട് ജേതാക്കൾക്ക് സമ്മാനത്തുക ലഭിക്കുന്നത്. സമ്മാനത്തുക പ്രഖ്യാപിച്ചത് ലോക അത്ലറ്റിക്സ് സംഘടനയാണ്. $50,000 സമ്മാനത്തുക. ഇതാദ്യമായിട്ടാണ് ഒളിമ്പിക്സ് ചരിത്രത്തിൽ സമ്മാനത്തുക ജേതാക്കൾക്ക് കൊടുക്കുന്നത്. ഇത് പ്രഖ്യാപിച്ചത് ലോക അത്ലറ്റിക്സ് സംഘടനയാണ്. പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്കാണ് $50,000 പ്രഖ്യാപിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരങ്ങൾ ആരെല്ലാം? അജന്ത ശരത് കമൽ, PV സിന്ധു. അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് കളിക്കാരാണ്. PV സിന്ധു ബാഡ്മിൻ്റൺ. ഇപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരം ആരാണ്? അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമാണ്. PV സിന്ധു ബാഡ്മിൻ്റൺ താരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്ര.
അപ്പോൾ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്തത് അഭിനവ് ബിന്ദ്രയാണ്. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മിർ. അപ്പോൾ ഒളിമ്പിക്സിൽ ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മിർ. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ഗഗൻ നരംഗ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ഗഗൻ നരംഗാണ്. പാരീസ് ഒളിമ്പിക്സിലുള്ള 28 അംഗ ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ നയിക്കുന്നത് നീരജ് ചോപ്ര. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിനുള്ള 28 അംഗ ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ നയിക്കുന്നത് നീരജ് ചോപ്ര. ഒളിമ്പിക്സ് 100 മീറ്റർ ഹഡിൽസിൽ ആദ്യമായി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരമാരാണ്? ജ്യോതി ആർ രാജി. അപ്പോൾ ഒളിമ്പിക്സ് 100 മീറ്റർ ഹഡിൽസിൽ ആദ്യമായിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരം ജ്യോതി ആർ രാജി. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്കയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്കയാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71ആണ്. 1 വെള്ളിയും 5 വെങ്കലവും അടക്കം 6 മെഡലുകളാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 71. ഇന്ത്യ 1 വെള്ളി നേടി, 5 വെങ്കലം, അങ്ങനെ 6 മെഡലുകൾ നേടി. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം അമൻ ഷരാവത്ത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം അമൻ ഷരാവത്ത്. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ്ഡ് ടീം ഇനത്തിൽ വെങ്കലം നേടിയത് മനു ഭാക്കർ, സരബ്ജോത് സിംഗ്. അപ്പോൾ ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ്ഡ് ടീം ഇനത്തിൽ വെങ്കലം നേടിയത് മനു ഭാക്കർ, സരബ്ജോത് സിംഗ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം അമൻ ഷരാവത്ത്. അപ്പോൾ വ്യക്തിഗത ഇനത്തിലെ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് അമൻ ഷരാവത്ത്. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് അർഷാദ് നദീം പാകിസ്ഥാനാണ് പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത്. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര വെള്ളി മെഡലാണ് നേടിയത്. ഇന്ത്യയുടെ താരമാണ് നീരജ് ചോപ്ര. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടന്ന ആദ്യ ഇന്ത്യൻ വനിത വിനേഷ് ഫോഗട്ട്. അപ്പോൾ ഗുസ്തിയുടെ ഫൈനലിൽ കടന്നിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക്സിലെ വിനേഷ് ഫോഗട്ടാണ്. പാരീസ് ഒളിമ്പിക്സ് ഫൈനലിന് മുന്നായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഭാരപരിശോധനയിൽ നിശ്ചിത ഭാരത്തേക്കാൾ 100 ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അയോഗ്യയാക്കിയത്. എന്തുകൊണ്ടാണ്? 100 ഗ്രാം ഭാരം കൂടുതലാണെന്ന് കണ്ടെത്തി. വിനേഷ് ഫോഗട്ടിനെ പുറത്താക്കി. ഇനി ടെന്നീസ് പുരുഷ സിംഗിൾസ് ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾഡ് മെഡൽ ജേതാവ് നൊവാക് ജോക്കോവിച്ച്. അപ്പോൾ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾഡ് മെഡൽ ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏതു രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത്? സ്പെയിൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത്? സ്പെയിൻ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം നോഹ ലൈൽസ്, അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം നോഹ ലൈൽസ്, അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ജൂലിയൻ ആൽഫ്രഡ്, സെൻറ്റ് ലൂസിയ. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ജൂലിയൻ ആൽഫ്രഡ്, സെൻറ്റ് ലൂസിയ. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലെ. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലെ. ഒരു ഒളിമ്പിക്സിൽ ആദ്യമായി 2 മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ താരം മനു ഭാക്കർ, ഷൂട്ടിംഗ് ആണ്. ഒരു ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് 2 മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ താരം മനു ഭാക്കർ, ഷൂട്ടിംഗ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ കായിക താരങ്ങൾ PR ശ്രീജേഷ്, മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരങ്ങൾ PR ശ്രീജേഷും മനു ഭാക്കറും. ഇനി പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ ആരായിരുന്നു? PR ശ്രീജേഷ് ആയിരുന്നു. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ PR ശ്രീജേഷ് ആണ്. 2 ഒളിമ്പിക് മെഡൽ നേടിയ ഒരേ ഒരു മലയാളി PR ശ്രീജേഷ്. 2 ഒളിമ്പിക് മെഡൽ നേടിയ ഒരേ ഒരു മലയാളി ആരാണ്? PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്കിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരമാണ് PR ശ്രീജേഷ്. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യം മെഡൽ നേടിയത് അവനി ലഗ്ര.
പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ നേടിയത് അവനി ലഗ്ര. തുടർച്ചയായ 2ാം പാരാലിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അവനി ലഗ്ര. തുടർച്ചയായ 2ാം പാരാലിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അവനി ലഗ്രയാണ്. പാരാലിമ്പിക്സിൽ 2 സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അവനി ലഗ്ര തന്നെയാണ്. പാരാലിമ്പിക്സിൽ 2 സ്വർണം നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അവനി ലഗ്ര. പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിനോടുള്ള ആദരസൂചകമായിട്ട് സീനിയർ ഹോക്കി ടീമിൽ നിന്നും പിൻവലിച്ച ജേഴ്സി നമ്പർ ഏതാണ്? 16. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി ഗോൾ കീപ്പർ ആരാണ്? PR ശ്രീജേഷ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് സീനിയർ ഹോക്കി ടീമിൽ നിന്നും പിൻവലിച്ച ജേഴ്സി നമ്പറാണ് 16. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം അമേരിക്ക. ലോസ് ആഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സിന് വേദിയാകുന്നത്. 2024 നടന്ന പാരാലിമ്പിക്സിന് വേദിയായ രാജ്യം ഫ്രാൻസ്. 2024 നടന്ന പാരാലിമ്പിക്സിന് വേദിയായ രാജ്യം ഫ്രാൻസ്. പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കുള്ള ഒളിമ്പിക്സാണ് പാരാലിമ്പിക്സ്. പാരീസിൽ നടന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സത്യപ്രകാശ് സാങ്വാനാണ്. സത്യപ്രകാശ് സാങ്വാനാണ് പാരീസിൽ നടന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 പാരീസ് പാരാലിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച താരങ്ങൾ ആരാണ്? സുമിത് ആൻഡിൽ ജാവലിൻ ആണ്. അതുപോലെ ഭാഗ്യശ്രീ ജാദവ് ഷോട്ട് പുട്ട് താരമാണ്. അപ്പോൾ സുമിത് ആൻഡിൽ ജാവലിൻ താരമാണ്. ഭാഗ്യശ്രീ ജാദവ് ഷോട്ട് പുട്ട്. ഇവരെന്താണ്? പാരീസ് പാരാലിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിലെ ഇന്ത്യൻ പതാക വഹിച്ച താരങ്ങളാണ്. ഇനി അടുത്തതായിട്ട് 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പ് T47 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം നിഷാദ് കുമാർ. അപ്പോൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പ് T47 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം നിഷാദ് കുമാർ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിൻ്റൺ SU5 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം തുളസിമതി മുരുകേശൻ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിൻ്റൺ SU5 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം തുളസിമതി മുരുകേശൻ. പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ചൈന. പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ചൈന. പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18ആണ്. അപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71ആണ്. 6 മെഡലുകൾ നേടി, 1 സ്വർണം, 5 വെങ്കലം. പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം ചൈനയാണ്. ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം ആരാണ്? അമേരിക്കയാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ നേടിയത് ദീപ്തി ജീവൻജി. അപ്പോൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ നേടിയത് ദീപ്തി ജീവൻജി. പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിൻ്റൺ SL4 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം സുഹാസ് യതിരാജ്. അപ്പോൾ പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിൻ്റൺ SL4 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് സുഹാസ് യതിരാജ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ A56 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം യോഗേഷ് കത്തുനിയ. അപ്പോൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ A56 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം യോഗേഷ് കത്തുനിയ. 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നിതേഷ് കുമാർ. അപ്പോൾ 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നിതേഷ് കുമാർ ആണ്. നിതേഷ് കുമാർ ബാഡ്മിൻ്റൺ താരമാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F41 വിഭാഗത്തിൽ സ്വർണം നേടിയത് സുമിത് ആൻഡിൽ. അപ്പോൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F41 വിഭാഗത്തിൽ സ്വർണം നേടിയത് സുമിത് ആൻഡിൽ. 2024 പാരീസ് പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിലും വനിതകളുടെ 200 മീറ്റർ T35 വിഭാഗത്തിലും വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരി പ്രീതി പാൽ. പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് പ്രീതി പാൽ. പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് പ്രീതി പാൽ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം ഹർവീന്ദർ സിംഗ്. അപ്പോൾ പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ അമ്പെയ്ത്ത് താരമാണ് ഹർവീന്ദർ സിംഗ്. പാരാലിമ്പിക്സ് അമ്പെയ്ത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരവും ഹർവീന്ദർ സിംഗ് തന്നെയാണ്. പാരാലിമ്പിക്സ് അമ്പെയ്ത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? ഹർവീന്ദർ സിംഗ്. 2024 ലോക പാരാ അത്ലറ്റിക് മീറ്റിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. 2024 ലോക പാരാ അത്ലറ്റിക് മീറ്റിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കോബി, ജപ്പാനാണ്. 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കോബി, ജപ്പാൻ. 2024 ലോക പാരാ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 6ആണ്.
അപ്പോൾ 2024 ലോക പാരാ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 6. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് ശീതൽ ദേവി. അപ്പോൾ വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം ശീതൽ ദേവി. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റണിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റണിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് സാത്വിക് സായിരാജ്, റെങ്കിറെഡ്ഡിയും പിന്നെ ചിരാഗ് ഷെട്ടിയാണ് തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസും സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടിയാണ്. അതുപോലെ തന്നെ തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയതും സാത്വിക് സായിരാജ്, റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടിക്കുമാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ A56 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം യോഗേഷ് കത്തൂനിയ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ A56 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് യോഗേഷ് കത്തൂനിയ. 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ചൈനയാണ്. തോമസ് കപ്പ്, യൂബർ കപ്പ് മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള രാജ്യം ചൈന, ചെങ്ഡു. പുരുഷന്മാർക്കുള്ള അന്താരാഷ്ട്ര ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പായ തോമസ് കപ്പ് ജേതാക്കളായ രാജ്യമാണ് ചൈന. അപ്പോൾ പുരുഷന്മാർക്കുള്ള അന്താരാഷ്ട്ര ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പാണ് തോമസ് കപ്പ്, അതിൻ്റെ ജേതാക്കളായ രാജ്യം ചൈന. വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പായ യൂബർ കപ്പ് ജേതാക്കളായ രാജ്യം ചൈന. അപ്പോൾ വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പായ യൂബർ കപ്പ് ജേതാക്കളായ രാജ്യം ചൈന തന്നെയാണ്. 2026 തോമസ് കപ്പ്, യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാവുന്ന രാജ്യം ഡെൻമാർക്കാണ്. അപ്പോൾ 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാവുന്ന രാജ്യം ഡെൻമാർക്കാണ്. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ, ഗുവാഹത്തി. അപ്പോൾ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഇന്നത്തെ PSC ബുള്ളറ്റിൻ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസിൻ്റെ ഡിസ്കഷൻ ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ദിവസം വേറൊരു ദിവസം നമുക്ക് ഈ ഒരു സമകാലികം എന്നുള്ള പാർട്ടും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫെബ്രുവരി 2025 PSC ബുള്ളറ്റ് എഡിഷൻ അവസാനിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.